ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുമോ, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, അവരുടെ തോട്ട്സ് എന്താണ് എന്നൊക്കെയുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക്, ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമോ, എന്താണ് അവരുടെ തോട്ട്സ്, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ തോട്ട്സ് എന്താണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ഡ്രീം ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്ലാരിഫിക്കേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്, നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ആക്ഷൻ, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ. The Hanged Woman. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ പറയേണ്ട കാര്യം നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ കൂടുതലായിട്ടും ഒരു ഫെമിനിൻ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. കാർഡ്സിലെല്ലാം തന്നെ ഒരു ഫെമിനിൻ എനർജി ഉണ്ട്. മേ ബി നിങ്ങൾ റീഡിംഗ് കാണുന്നവർ പലവരും വുമൻസ് ആയിരിക്കാം, ഒക്കെ ഒരു ഫീമെയിൽ ആയിരിക്കാം. എല്ലാവരും നല്ല ഒരു എനർജി മാത്രം പറഞ്ഞതാണ്. ഇവിടെ ഹാർമണി എന്ന കാർഡും 2 ഓഫ് കപ്സും അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് എന്ന കാർഡുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ പറയാം, നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ, സോൾ കണക്ഷൻ. ഓക്കെ, അത് കാർമിക് ആയിരിക്കാം, അല്ലാതെയും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ തന്നെയാണ് എന്നുള്ളതിന് ഏതാണ് ആ ഒരു കണക്ഷൻ എന്നറിയണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് തന്നെ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, ഇത് ജനറലാണ്, ഓർക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ കാണിക്കുന്നുണ്ട്. കാർമിക് ആയിരിക്കാം, അല്ലാതെയുള്ളതായിരിക്കാം. ഓക്കെ, ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമോ എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, അവസാനം പറയേണ്ട കാര്യം ഞാൻ ഫസ്റ്റ് പറയാണ്, യെസ് ആണ്. അതായത് നിങ്ങളുടെ സമയത്ത്, അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളിലേക്ക് വരുന്നതാണ്. അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ബന്ധത്തിൽ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ സംതിങ് എന്തോ ആയിക്കോട്ടെ, പ്രോബ്ലംസ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് നാൾ കോണ്ടാക്ട് ചെയ്യാതിരുന്നോട്ടെ, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കാരണം രണ്ടു പേർക്കും ഇതൊരു ഓർമ്മയായിട്ട് നിലനിൽക്കുകയാണ്. ഒരിക്കലും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും സാധിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആണ് ഇപ്പം ചീറ്റ് ചെയ്തിട്ട് പോയത് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോയതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ റീഡിങ് കാണുന്നവർ ഒരുപാട് പേര് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ട്. ഓക്കെ, അതായത് വേദനിച്ചിട്ടുണ്ട് ഒരുപാട്. നിങ്ങൾക്ക് ഈ സ്നേഹം ഒരിക്കലും വിട്ടുപോകാനോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനോ സാധിക്കുന്നില്ല. ഇതേ എനർജി തന്നെയാണ് ആ പേഴ്സൺ ഉള്ളത്. പക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നം, വേറെന്തോ സംതിങ് പ്രശ്നം
കാരണം നിങ്ങൾ സെപ്പറേഷൻ ആയതാണ്. സോ എന്താ പറയുക, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ വിട്ടുപോകാത്തൊരു ബന്ധമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കാം. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോയാലും നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു തന്നാലൊന്നും അവർ റിപ്ലൈ ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവർ നിങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്തുള്ള ചില കാര്യങ്ങൾ, അതായത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന രീതിയിലുള്ള, നിങ്ങൾ ചിലപ്പം ഔട്ടിങ്ങിന് പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ ആയിരിക്കാം, മെസ്സേജ് ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഒരുപാട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മിസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ള എനർജി ഇവിടെ ഉണ്ട്. അവരുടെ തോട്ട്സിൽ നിങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളുടെ എനർജി കാണിക്കുന്ന സമയത്ത് ഒരുപാട് പേരിപ്പം സെൽഫ് ലവ് ചെയ്തു പോവുകയാണ്. അതായത് നിങ്ങളിപ്പം ഹീലായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സ്വയം അത് ഏറ്റെടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിവൈൻ സപ്പോർട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രെയർ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ എന്താ പറയുക, ഈ ഒരു വേദന കൊണ്ട്, ഈ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് ലിസൺ എടുത്തു. നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ, നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പഠിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്ത് ഒരു സ്പിരിച്വാലിറ്റി സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് വളരെ നല്ല കാര്യമാണ്. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. അതായത് എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം, ചേസ് ചെയ്ത് പോകുന്ന സ്വഭാവം. ഈ റിലേഷൻഷിപ്പിന് വേണ്ടി തന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതും ഒരുപാട് വേദനിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇപ്പം ആ ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണാണ് ഇപ്പം ആ ഒരു എനർജിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. അതിനുള്ള റീസൺ ആയിട്ടും ഇവിടെ ഏസ് ഓഫ് കപ്സ് എന്ന കാർഡും അതിൻ്റെ തൊട്ടുപുറത്ത് തന്നെ 2 ഓഫ് കപ്സ് എന്ന കാർഡും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്കുണ്ട്. മേ ബി അത് കാർമിക് ആയിരിക്കാം. കാർമിക് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു കർമ്മ സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരുപാട് പെയിൻ എടുക്കേണ്ടി വരും. അതായത് ആ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾ മറന്നു പോകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ അവർ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറി വരുന്നത്. ചിലപ്പം സ്വപ്നത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നെയിം കാണുക, അവർ ഓർക്കുന്ന സോങ്ങുകൾ കേൾക്കുക. കാർമിക് റിലേഷൻഷിപ്പ് ഒരിക്കലും കർമ്മ തീരുന്നത് വരെ നിങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവരുടെ സോള് നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും, ആ കർമ്മയൊന്ന് എൻഡ് ആകാൻ വേണ്ടിയിട്ട്. സോ കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പം ചിലപ്പം കാർമിക് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് പെയിൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അല്ലാതെയുള്ള സോൾ കണക്ഷൻ എല്ലാം തന്നെ ഇവിടെ ഒന്നാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് സോൾ കണക്ഷൻ ആണ്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ, ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്കൊരു കൂടിക്കാഴ്ച, ഒരു റിയൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളെ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് നാളോ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അബ്രോഡൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും സ്നേഹം മറക്കാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ, അത് കൺഫർമേഷനാണ്, എഗെയിൻ കൺഫേം ചെയ്ത് വരുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു റിയൂണിയൻ്റെ കാര്യം. ഓക്കെ, എത്ര നാളോ കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നോട്ടെ, അതായത് നിങ്ങൾ ഒരുപാട് നാൾ കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിയൂണിയനാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, പരസ്പരം മനസ്സിലാക്കി അവർ നിങ്ങളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു നിമിഷത്തിൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോയതായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. സോ നിങ്ങൾക്കത് ഭയങ്കര പെയിൻ ആയിട്ടുണ്ടാവും, നിങ്ങൾക്കത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഭയങ്കര ഒരു
മുഖത്തടി കിട്ടിയതുപോലുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ കാർമിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ സോൾ കണക്ഷൻ, നിങ്ങളുടെ വാല്യൂ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ടൈമാണത്, അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഡേ ഡ്രീമറാണ്. അവർ സ്വയം തീരുമാനങ്ങളൊന്നും എടുക്കത്തില്ല, മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് അവർ ഫ്ലോ ചെയ്യുന്നത്. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതായത് അവർക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള പേഴ്സൺസ് എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുക. അവരായിട്ട് സ്വയമായിട്ടൊരു ഡിസിഷൻ എടുക്കില്ല, അല്ലെങ്കിൽ അവർക്ക് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കില്ല അവർ. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉള്ള സമയത്ത് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് കൊടുക്കുക, അവരെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം നിങ്ങളായിരുന്നിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷേ ഇപ്പം നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂ ആയിട്ടുള്ള പേഴ്സൺസ് വന്നപ്പം ആ ചാൻസ് അവർക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഇവിടെ വന്നിട്ടുണ്ടാവുക. എന്താണെങ്കിലും ഇവിടെ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പേഴ്സണെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരു മെച്യൂരിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഡിവൈനിങ് ടൈം എത്തുന്നതാണ്. ഓക്കെ, അതായത് ഒരു റിയൂണിയൻ. ഓക്കെ, ഇനിയിപ്പം ഞാൻ 2 ചാൻസ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർമിക് റിലേഷൻഷിപ്പ് ഉള്ളവരത്. ഓക്കെ, കർമ്മ എൻഡ് ആവുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നതാണ്. പക്ഷേ ആ ഒരു കർമ്മ സ്റ്റേജ് കഴിയുന്നത് വരെ നിങ്ങൾ ഈ പെയിൻ അനുഭവിക്കേണ്ടി വരും. അവരുടെ സോള് നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും സോളുകൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെടാനൊന്നും പറ്റുന്നില്ല. ഈ ഓർമ്മകൾ നിങ്ങളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയുള്ളവരെടുത്ത് നിങ്ങൾക്ക് ആ സമയം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം അനുകൂലമാകും. ആ സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതാണ്. അത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളിവിടെ ചെയ്യേണ്ട നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് ഹീൽ ചെയ്യുക, നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുക. ഓക്കെ, ഒന്ന് ഹീൽ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു കോൺസെൻട്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മെമ്മറീസിൽ നിന്നും ഈ ഒരു ടോർച്ചറിങ് അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഒരുപാട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, ഹീൽ ചെയ്യുക, അവരുടെ സോളിനോട് മാപ്പ് ചോദിക്കുക, ഫോർഗീവ് ചെയ്യുക, മാപ്പ് കൊടുക്കുക, അതുപോലെ മാപ്പ് ചോദിക്കുക. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരിക എന്നൊക്കെ മാപ്പ് ചോദിക്കുക. ഓക്കെ, അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, കോൺസെൻട്രേഷനൊന്നും കിട്ടുന്നില്ലെങ്കിലാണ്. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങളുടെ നേർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നത്, റിയൂണിയൻ നടക്കുന്നത്, ഇവിടെ കാർമിക് റിലേഷൻഷിപ്പ് അല്ലാത്ത സോൾ കണക്ഷൻ വരുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ ഒരു റിയൂണിയൻ നടക്കുന്നത്. നിങ്ങൾക്ക് ഡിവൈനിങ് ടൈമിങ്ങിൽ അവർ മെച്യൂർഡ് ആവുന്ന സമയത്ത്, സ്വയം ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത്, ആ ഒരു ചിന്താഗതിയിലേക്ക് അവർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റിയൂണിയൻ ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ ഒരു ഫോക്കസ് വെച്ചിട്ടുണ്ടാകാം, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാകാം, ഭയങ്കരമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടാകും, ഒരുപാട് ലിസൺ നിങ്ങൾ എടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. ഇത് തന്നെ നിങ്ങളുടെ പേഴ്സണും കൂടി ഒന്ന് ആകേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ മാത്രം ഒരു മെച്യൂർഡായിട്ടോ അല്ലെങ്കിൽ സ്വയം റെസ്പെക്റ്റ് ചെയ്യാനൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ അവരുടെ വാല്യൂ മനസ്സിലാക്കിയതുപോലെ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള ടൈമിംഗ് ആണ് അത്. നിങ്ങളൊന്ന് അതായത് വിട്ടുകൊടുക്കുക, ആ ഒരു പ്രോസസ്സ് നടന്നോട്ടെ, അവർ വന്നോട്ടെ, ആ ഡിവൈനിങ് ടൈമിൽ അവർ വന്നോട്ടെ. ഓക്കെ, ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 ചാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത്, മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ്, ഇവിടെ അഡ്വൈസ് തരേണ്ട കാര്യം അല്ലെങ്കിൽ ഗൈഡൻസ് തരേണ്ട കാര്യമില്ല. കാരണം ഇതിൽ വന്നിട്ടുള്ള എനർജി, ഈ റീഡിംഗ് കാണുന്നവരുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം എല്ലാം മനസ്സിലാക്കി സ്വയം സ്നേഹിക്കാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിവൈൻ്റെ സപ്പോർട്ട് വളരെയധികം കൂടിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടാകാം, ഗോഡിൽ നിങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയ സമയത്ത് നിങ്ങൾക്ക് തന്നെ ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ടാകാം, പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം. സോ അതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഇവിടെ വളരെയധികം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഒതുങ്ങുന്ന സമയത്ത് ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈഫിൽ അവരിങ്ങനെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം അതിൽ നിന്ന് അവർക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു പവറിലേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കും കേട്ടോ. അതാണ് ആ ഒരു ഡിവൈനിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ.
നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തെങ്കിലും, വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾ, 2 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടാവാം ഏകദേശം എല്ലാ കാര്യത്തിലും. അതായത് നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ടാകാം. അതിനെല്ലാം നിങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ടാകാം. എത്രയാണെങ്കിലും നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് വെച്ച് നിങ്ങൾ അതിനെ തരണം ചെയ്ത് വരുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അതൊരിക്കലും വിട്ട് കളയരുത്. ആ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് അല്ലെങ്കിൽ റീയൂണിയൻ നടക്കുമെന്ന് അറിയുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു ക്യാരക്ടർ വിട്ടിട്ട് പെട്ടെന്ന് അവരെ ചേസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഫോക്കസിൽ തന്നെ പൊയ്ക്കൊള്ളുക എന്നുള്ളതാണ്. ഇവിടെ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ആ പേഴ്സൺ ഇവിടെ ഒരു ഡിലേ സംഭവിക്കുന്നില്ല. ആ പേഴ്സൺ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവർ ഇനിയിപ്പോൾ ഒരു ഡിലേ ഒന്നും സംഭവിക്കുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവനവന് സ്വയം വേണ്ട തീരുമാനങ്ങൾ അവനവൻ പെട്ടെന്ന് എടുക്കുക. വേറെ കൺഫ്യൂഷൻ എടുക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഓക്കെ, അതായത് സ്വീകരിക്കണോ വേണ്ടയോ, കാരണം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കുള്ള ആൻസർ ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, അതിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത്, അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ വോയിസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ആ ഒരു തീരുമാനം എന്താണോ, ഓക്കെ, ആ ഒരു തീരുമാനം എന്താണോ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ സ്വയം ഡിസിഷൻ എടുക്കുക. നല്ല ആലോചിച്ച് ഡിസിഷൻ എടുക്കുക അവർ വരുന്ന സമയത്ത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പഴയതുപോലെ ഓവറായിട്ട് അറ്റാച്ച്മെൻ്റ് ആവാതിരിക്കുക. ഒരു ചേസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിൽ ഒന്നും ഓവർഫ്ലോ ചെയ്ത് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജീനെ വേസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡൗൺ ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ കാര്യങ്ങളെ ഒന്നും ഡൗൺ ചെയ്യുന്ന രീതിയിൽ അവരുടെ എനർജീനെ കടത്തി വിടാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ വെക്കുക. ഓക്കെ, രണ്ടാമത് പോകുന്ന സമയത്ത്. ഓക്കെ, ഇതിപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു ഗൈഡൻസ്? നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾ ചെയ്യുന്നത്, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്നത്, അത് കീപ്പ് ചെയ്യുക. അതൊരിക്കലും അയാൾ തിരിച്ചു വന്നു ഇനി അയാൾ ഒരിക്കലും പോവില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇനിയിപ്പോൾ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓവറായിട്ട് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളെ വിട്ട് നിങ്ങൾ അവരെ സ്നേഹിച്ചു പോകും. അതായത് നിങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കാൻ നിൽക്കരുത്. കാരണം അത് പിന്നെയും സിറ്റുവേഷൻസ് വന്നേക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗൈഡൻസ്. ഓക്കെ, ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു ഗൈഡൻസ്? ഇവിടെ റീയൂണിയൻ ഒന്നും നടന്നിട്ടില്ല, പക്ഷെ എന്തിനാണ് ഇങ്ങനൊരു ഗൈഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന, അതായത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന റീയൂണിയൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, മേ ബി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളോട് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനെ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.